ഹേ ഗൈസ്, ഇന്ന് കാശിയുടെ LKGയിലെ ഫസ്റ്റ് ഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ എണീച്ചത്. പിന്നെ നേരെ പോയത് അടുക്കളയിലേക്കാണ് കേട്ടോ. അന്നത്തെ ദിവസം ഞാൻ പുട്ടാണ് ഉണ്ടാക്കിയത്. കാരണം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് വലിയ താല്പര്യം ഇല്ലെങ്കിലും ഏട്ടനും എൻ്റെ കാഴ്ചയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനം. ഇടയ്ക്കിടയ്ക്ക് പുട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ആളെന്നെ കളിയാക്കാറുണ്ട് കേട്ടോ. നിനക്ക് പുട്ട് മാത്രമേ ഉണ്ടാക്കാൻ അറിയുള്ളൂ എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ എങ്കിലും ആള് ഒരു പരാതിയും പരിപോലാണ്ട് കഴിക്കാറുണ്ട് കേട്ടോ. ഇനി എൻ്റെ അടുത്ത ടാസ്ക് കാശിനെയും അവൻ്റെ അച്ഛനെയും എണീപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി അവൻ്റെ അച്ഛൻ എണീച്ച് വന്നതാണ്. പിന്നെ ഇതാ മോൻ്റെ ഇവിടെ ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പോയി 2 ഉമ്മയൊക്കെ കൊടുത്ത് കാശിനെ എണീപ്പിക്കാൻ നോക്കിട്ടോ. അപ്പൊ ഉറക്കക്ഷീണം നല്ല രീതിയിൽ ഉണ്ടായിരുന്നു അവന്. പൊതുവെ ആൾക്ക് എണീക്കാൻ മടിയാണ്, എങ്കിലും ലേറ്റ് ആയതിന്റെ ഒരു ഉറക്കക്ഷീണം അവന് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി അങ്ങോട്ടേക്കുള്ള ദിവസങ്ങൾ ഇതാ ഇതുപോലൊക്കെ തന്നെ ആയിരിക്കുമല്ലോ എന്ന് ഓർത്തപ്പോൾ എനിക്കൊരു ചെറിയ സങ്കടമൊക്കെ വന്നു. പക്ഷെ എങ്കിലും നേരെ പോയിട്ട് ഞാൻ അവനെ പല്ലൊക്കെ തേപ്പിക്കാൻ ഇനിയുള്ള ദിവസങ്ങളിൽ അങ്ങോട്ടേക്ക് അമ്മന്റെ മോന്റെ യുദ്ധം കാണേണ്ടി വരുമല്ലോ എന്നൊക്കെ കാശിയുടെ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് കളിയാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എങ്കിലും ഇതാ ഞങ്ങൾ പല്ലൊക്കെ തേച്ച് കുളിച്ചൊരുങ്ങി വന്നപ്പോഴേക്ക് അവന്റെ അച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആള് കുറച്ച് വിശ്വാസം കൂടുതലുള്ള കൂട്ടത്തിലാട്ടോ. അതുകൊണ്ട് തന്നെ ഇതാ വിളക്കൊക്കെ വെച്ച് ആൾ കാര്യമായിട്ട് ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, കാശിനെയും പൊക്കി എടുത്ത് കൊണ്ടുപോയി അവനോട് പ്രാർത്ഥിക്കാനായിട്ട്. ആള് ചില സമയത്ത് മാത്രം അടങ്ങി നിന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുള്ളൂ. ആളുടെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ആള് കരയോ എന്നൊക്കെ ഓർത്തിട്ടൊക്കെ ആയിരുന്നു കേട്ടോ എനിക്ക് ടെൻഷൻ. അപ്പൊ കാര്യമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദൈവമേ എന്റെ കുട്ടി കരയൊന്നും ചെയ്യല്ലേ എന്നൊക്കെ ആയിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇതാ കാശിയുടെ അച്ഛന്റെ അനുഗ്രഹം വാങ്ങിക്കാനായിട്ട് അവനോട് പറഞ്ഞു. അപ്പൊ ഭയങ്കര സന്തോഷമായിട്ടോ. കാശി അവന്റെ അച്ഛന്റെ അടുത്ത് അനുഗ്രഹമൊക്കെ വാങ്ങിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങൾ പോകാനായിട്ട് ഇറങ്ങി. അപ്പൊ അന്ന് അവന്റെ 2 മേമ്മമാരും വീട്ടിലുണ്ടായിരുന്നു. ഒന്ന് എൻ്റെ അനിയത്തിയാണ്, ഒന്ന് എൻ്റെ അനിയന്റെ വൈഫാണ്. അപ്പോൾ 2 എൻ്റെ അനിയത്തിമാർ തന്നെയാണ്. അപ്പോൾ അവൻ്റെ മേമമാർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അവൻ്റെ ഫസ്റ്റ് ഡേ ആവുമ്പോൾ സ്കൂളിൽ പോകുന്നൊക്കെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു അവരും ഉണ്ടായിരുന്നത്. അങ്ങനെ അവരോട് ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ കാറിലേക്ക് കയറി. കാറിൽ കയറി ഇരുന്നിട്ട് പിന്നെ ഞങ്ങൾ വീഡിയോ കോൾ ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ അച്ഛമ്മേനെയും അമ്മമ്മേനെയും ഒക്കെ ഞങ്ങൾ വീഡിയോ കോൾ ചെയ്ത് അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ എത്തിയിട്ടോ. അപ്പോൾ ഇതാണ് കാശിയുടെ സ്കൂളിൻ്റെ എൻട്രൻസ് വരുന്നത്. അപ്പോൾ ഈ സ്കൂളിൽ പഠിക്കാൻ ഞാനും ഏട്ടനൊക്കെ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു കുഞ്ഞുനാളിൽ. പക്ഷെ ഞങ്ങൾക്ക് സാഹചര്യം മൂലം അത് പഠിക്കാൻ പറ്റിയില്ല. പക്ഷെ എങ്കിലും ഞങ്ങളുടെ മോനെ അവിടെ ചേർത്തപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അവൻ്റെ അച്ഛൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് പറ്റാത്തതൊക്കെ എൻ്റെ മോന് പറ്റണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അവൻ അവിടെ കൊണ്ടു ചേർത്തത്. അങ്ങനെ അച്ഛനും മോനും കൈ പിടിച്ച് നടക്കുന്നുണ്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. ലീവിന് വന്നിട്ട് പെട്ടെന്ന് തിരിച്ചു പോയപ്പോൾ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഇപ്പോൾ കാശിയുടെ ഫസ്റ്റ് ഡേ സ്കൂളിനൊക്കെ അവൻ്റെ അച്ഛൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കിത് ഭയങ്കര മറക്കാൻ പറ്റാത്തൊരു മെമ്മറീസ് ആയിരുന്നു കേട്ടോ. ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ പോയത് ഹാളിലേക്കായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ അവൻ്റെ അംഗനവാടി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ 3 പേരും ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ ഇവർ 3 പേരായിരുന്നു ഫ്രണ്ട് സീറ്റിലൊക്കെ പോയിരുന്നത്. അങ്ങനെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് കുഞ്ഞു മക്കളുടെ കുറേ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ അടിപൊളി പ്രോഗ്രാംസ് ആയിരുന്നു അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നടന്നിട്ടുള്ള എല്ലാ പ്രോഗ്രാമിന്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, ചിലത് മാത്രമേ എടുത്തിട്ടു. പിന്നെ എൻ്റെ കെട്ടുവിന് പറ്റിയ പാട്ടായിരുന്നു കേട്ടോ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ പോയത് കാശിയുടെ ക്ലാസ്സിലേക്കായിരുന്നു. LKG സിയിലാണ് കേട്ടോ കാശി. അപ്പോൾ ഇതാണ് കാശിയുടെ ക്ലാസ് ടീച്ചർ. ID കാർഡ് മിസ് അവൻ്റെ കഴുത്തിൽ ഇട്ട് കൊടുത്തു. പിന്നെ ചോക്ലേറ്റും ഫ്രെയിമും ഒക്കെയാണ് കേട്ടോ അവർക്ക് ഫസ്റ്റ് ഡേ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വലുതായി കഴിഞ്ഞാലും കാശിയുടെ ഫസ്റ്റ് ഡേ സ്കൂളൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ അവന് കാണാൻ പറ്റും. അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അച്ഛനും മോനും 2 സ്റ്റെപ്പ് വഴിക്കാണ് കയറിപ്പോയത്. അപ്പോൾ അച്ഛനെ തോപ്പിക്കാൻ വേണ്ടി കാശി ഓടി കയറുന്നുണ്ടായിരുന്നു. അങ്ങനെ കാശിയാണ് ഫസ്റ്റ് ആയിട്ട് എത്തിയെന്നൊക്കെയാണ് കാശി പറഞ്ഞത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീടെത്തിയപ്പോഴത്തേനും ഞങ്ങൾ നല്ല ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു.